ഡൊമസ്റ്റിക് വയലൻസ്. അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിലന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും വെറുതെ. ഇന്നലെ ഞാൻ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവീൺ പ്രണവിന്റെ ഫാമിലി ഇഷ്യൂസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിൽ ആ അച്ഛനെയും അമ്മയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചേക്കുന്നത്. അതിൽ അവർ വന്നിരുന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ചെയ്യുന്നത്. പ്രവീൺ ചെയ്ത വീഡിയോക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അവർ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ അമ്മയും അച്ഛനും സഹോദരനും ഇരുന്ന് കരഞ്ഞങ്ങ് മെഴുകുകയായിരുന്നു. നമ്മുടെ മുന്നിൽ അങ്ങ് അഭിനയിച്ചങ്ങ് ഫലിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് ഇന്നലെ പ്രവീണും ഭാര്യ മൃദുലയും ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലായി. ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിന് റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ ഇന്ന്. കാരണം അത്രയധികം, കാരണം നമ്മളൊരു അമ്മയും അച്ഛനൊക്കെ കരയുന്ന കണ്ടേ നമുക്കൊരു വിഷമമാവില്ലേ? ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു എനിക്കും ആ ടൈം ഉണ്ടായത്. എന്തിനാണ് ഇങ്ങനെ കരയിപ്പിക്കുന്നത്? പിന്നെ പ്രത്യേകിച്ച് അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുക. എന്തിന്റെ പേരിലാണെന്നുള്ള ഒരു വാലും തുമ്പോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പറയുന്നത് നമ്മൾ അധികം പേരും വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ? അതേപോലെ തന്നെയാണ് ഞാനും കരുതിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർ തമ്മിലുള്ള ചെറിയ ഇഷ്യൂസ്, ആ ഒരു ഫാമിലിയിലൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, അതങ്ങ് തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ടൈമിൽ ഇവരെല്ലാവരും ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചിട്ട് തന്നെ വീണ്ടും മുന്നോട്ട് പോട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വീഡിയോ, അവർ ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോ അത് കണ്ടപ്പോൾ ആ വീട്ടുകാരെ അത്രയധികം വെറുത്തുപോയി. ഇതുവരേക്കും ഞാൻ ഒരു ഫാമിലി വ്ലോഗ് കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫാമിലി വ്ലോഗേഴ്സ് ചെയ്യുന്നതിൽ ഒരു ഭാഗവും അവർ അഭിനയിച്ച് അങ്ങ് ഫലിപ്പിക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ക്യാമറക്ക് മുന്നിൽ വന്നിട്ടുള്ള കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവരുടെ റിയൽ ലൈഫിൽ എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കാണാറില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു ഇഷ്യൂസ് വന്നപ്പം കറക്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യം മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ നന്നായിട്ടൊന്ന് നോക്കി. അവിടെ ആ ചാനൽ ചെക്ക് ചെയ്തൊക്കെ എൻ്റെ അമ്മോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്രയധികം സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകൾ, ഒന്നും പറയാനില്ല, ഒരു നെഗറ്റീവും പറയാനില്ല. അവരുടെ കമന്റ് ബോക്സ് കംപ്ലീറ്റ് നോക്കിയാൽ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അല്ലാണ്ട് ഒരു നെഗറ്റീവ് പോലും ഉണ്ടാവില്ല. അത്രയധികം അവരെ സ്നേഹിക്കുന്ന ആളുകളും. അത് കണ്ടിട്ട് ഇവരുടെ ഈ അടിയൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇവര് തന്നെയാണോ ഇതൊക്കെ ചെയ്തേന്നുള്ളത്. ഈ വീഡിയോ കണ്ട് വേദനിക്കാത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല. കാരണം ഒരു ഗർഭിണി പെണ്ണിനെയാണ് ഇതുപോലെ ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കുറച്ച് ഭാഗം കാണാം. നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? മുരുകനുണ്ടാക്കിയിട്ടതല്ല, നാടും മാനം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറെ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറും പറഞ്ഞവർ രണ്ടടി. അടിച്ചത് ലീഗലി പോവാം. പിന്നെ ഈ ഗർഭിണിയായിരുന്നു പാർക്ക് അടിച്ചത് പറ. എന്റെ വയറെന്നും പറഞ്ഞ വിളിച്ചിട്ട് പോലെ ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുള്ളതുകൊണ്ട് പറയുക. രണ്ട് മക്കളെ ഒരേ രീതിയിൽ സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്. ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയും വിഷമമുണ്ട് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയെ ശ്രമിച്ചു. കുറെ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറെ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയായിട്ടുണ്ട് ദേഷ്യമുണ്ടെങ്കിൽ മുറും വിളിച്ചോണ്ടാണ് എത്ര ചീത്ത വിളിച്ചത്.
ഞാനും എൻ്റെ കുടുംബവും കുളത്തോട്ട് മൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീടാ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങിക്കോളാൻ. കുഞ്ഞുമായിട്ട് കിടന്നു 9 മാസം. ഞാൻ വയറ് എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് അല്ലാതെ വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചടിച്ച്. മനസാക്ഷിയുള്ള ഒരാൾക്കും അധിക നേരം ഈ വീഡിയോ കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രയധികം അവർ വേദനിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഇവർ ശരിക്കും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു വീഡിയോ ഇവർ എടുക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഇവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ വീഡിയോ പുറം ലോകത്തിന് മുന്നിലേക്ക് കാണിക്കാനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു പ്രശ്നം ഫസ്റ്റ് തന്നെ എനിക്ക് അഡ്രസ്സ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണ് വന്ന ടൈമിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ എതിർത്തിട്ടും ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വീട്ടുകാർ അതിനെതിരെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അവര് ആ ടൈമിൽ പോലും അവർ ചിന്തിച്ച് കാണില്ല ഇതുപോലൊരു വജ്രായുധം അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആയുധം മൂർച്ച കൂട്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നതെന്നുള്ളത്. ആ വീട്ടിൽ ഇത്രയും കാലം ആ പെൺകുട്ടി അനുഭവിച്ചേക്കുന്നതിന്റെ എക്സ്ട്രീം ലെവലിലുള്ള കാര്യമാണ് അവിടെ നടന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അവർ എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പുറം ലോകം അവരെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത്രയധികം നല്ലൊരു അഭിനയം കാഴ്ചവെച്ചിട്ടായിരുന്നു ഇന്നലെ ആ ഒരു അമ്മയുടെ ആക്ടിങ്. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് ഈ അമ്മച്ചി നന്നായിട്ട് തന്നെ അഭിനയിച്ചങ്ങ് ഫലിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവരുടെ കയ്യിലുണ്ട് എന്ന് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഇതുപോലെ അഭിനയിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നാട്ടുകാരെ മുന്നിൽ വന്നിരുന്നു ഇതുപോലെ മോങ്ങില്ലായിരുന്നു. പോയിട്ട് ഇവിടെ കിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാ. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ല, ഞാൻ വാശി കുത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്ന എനിക്ക്. അവരെ മോനെ കെയർ ചെയ്യുന്നല്ലാണ്ട് ഇളയ മോനെ കെയർ ചെയ്യുന്ന ഒരു ഗ്ലാസ് പാൽ പോലും ഇട്ട് കൊടുത്തിട്ട് ചങ്കി തട്ടി പറയാം. ഇവിടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാ ഈ വീട്ടിൽ. നാടകമായിട്ട് കയറി തറ വയറോടെ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ ഇവിടെ അടിക്കുന്നതാണ്. കുറെ കിട്ടിയടി ഞാൻ നോക്കിയപ്പോ വായി കൊടുക്ക ചോര വരുന്നു. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വന്നു കയറി പെണ്ണിന്റെ മെക്കിട്ടായിരിക്കും എല്ലാ കുറ്റവും ഉണ്ടാകും. അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇല്ല എന്ന് ഭാവിച്ചുകൊണ്ട് വന്നു കയറിയ പെണ്ണിന്റെ മേത്തേക്ക് എല്ലാ കാര്യങ്ങളും ഇടുന്നത് അത് സർവ്വ അമ്മായിയമ്മമാരുടെയും കുത്തിക്കയപ്പാണ്. കൂടുതൽ ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ. കാരണം ഇവർക്ക് വീട്ടിൽ വന്നു കയറിയ പെണ്ണിന്റെ മേലിൽ എന്തെങ്കിലും ഒന്ന് അടിച്ചേൽപ്പിക്കണം, അതിനുവേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പം മൃദുലയും പറയുന്നത്. പക്ഷെ ഈ ഒരു അമ്മായിയമ്മയെ കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്ന ആ കമന്റ്സും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്. കാരണം അത്രയും അധികം ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇവരൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അഭിനയിച്ചങ്ങ് ഫലിപ്പിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓസ്കാർ ലെവൽ അഭിനയമാണ് കേട്ടോ. ഇതിൽ പ്രവീണ് പറയുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു, വല്ലാതെ വിഷമമാകുന്നു, വല്ലാത്തൊരവസ്ഥ. കാരണം ഗർഭിണിയായിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നത്. ഒരു പാല് പോലും ഇതുവരെയും എടുത്തു കൊടുത്തിട്ടില്ല അമ്മ എന്ന് പറയുമ്പോൾ അത്രക്കും ക്രൂരത അവർക്ക് ഉണ്ട് എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതൊരു ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇവളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടൈമിൽ എങ്ങനെ ചെയ്യും? വളരെയധികം ഞെട്ടലോട് കൂടിയാണ് ഞാൻ ഇത് കണ്ടേക്കുന്നത്. ഇതുപോലൊന്ന് അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്കൊക്കെ മനസ്സിലായിനി. ഇപ്പൊ ഈ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പൊട്ടലും ചെല്ലും. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു പൊട്ടിത്തെറിയായിരിക്കും അവിടെ നടന്നേക്കുന്നത് എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 2 മക്കൾ അടി കഴിയുന്ന കണ്ടു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അവരെ പിടിച്ചു വെക്കാൻ വേണ്ടി പോകും. ഒരാളുടെ ഭാഗത്ത് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. കാരണം മക്കളെ 2 പേരെയും പ്രസവിച്ചതാണ് ഈ അമ്മ, അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിയാണ് ഈ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇവരിൽ ഒരാളെ ഭാഗത്ത് നിൽക്കാതെ അവർ 2 പേരെയും ഒന്ന് പിടിച്ചു മാറ്റിയിട്ട് രമ്യതയിൽ എത്തിക്കാനേ നോക്കുള്ളൂ. ഇത് അവരതല്ല ചെയ്തത്. ഒരാളുടെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് ബാക്കിയുള്ള ആളെ ക്രൂശിക്കുന്ന തരത്തിൽ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനെ 10 മണിക്കാറ്റവും പ്രസവവും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ വന്നത് വൈകുന്നേരം ആവാൻ നേരത്താ, ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം. എന്നിട്ടും അവർ വന്നിട്ട് എന്താ പറയുന്നത്? റീൽ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മളാണ് യഥാർത്ഥ പാരന്റ്സ് എന്നുള്ളത് കാണിച്ച് ഫലിപ്പിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ റീൽസും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ പുച്ഛം തോന്നി ഇവരോട്.
ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പൊ കണ്ടത്. ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും അഭിനയം എന്നുള്ളത് എന്തൊരു ഒറിജിനാലിറ്റിയാണ്. ഇത്രയും പ്രശ്നം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവർ ഈ വീഡിയോ എടുത്തത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അഭിനയം ഒന്നും അവിടെ കാഴ്ച വെക്കില്ല. ഞാൻ ആദ്യമൊക്കെ കരുതിയത് ഒരു 90% നമ്മൾ കാണുന്ന വ്ലോഗും കാര്യങ്ങളൊക്കെ ഫേക്കാണ്, അത് അവരുടെ റിയൽ ലൈഫ് അല്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ കാണുന്ന ടൈമിൽ 100% ഞാൻ വിചാരിച്ച കാര്യം ശരിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലുള്ള കാട്ടിക്കൂട്ടലുകൾ കാണിച്ചിട്ട് നമ്മുടെ മുന്നിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് അവർക്ക് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്നു. അത് കണ്ടിട്ട് കുറെ പേര് അവരുടെ ലൈഫ് പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരെ പോലത്തുള്ള അമ്മയെ വേണം, സഹോദരനെ വേണം, അല്ലെങ്കിൽ ഭാര്യ ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാൻ കുറച്ചധികം ആളുകളും. കാരണം അവിടെ മുന്നിലൊക്കെ അങ്ങനെയാണ് വരുന്നത്, കാണുന്ന വ്യൂവേഴ്സിനെ പറ്റിക്കുക. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിൽ കുറച്ച് പേർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും നമുക്ക് കിട്ടിയ ലൈഫ് തന്നെയാണ് അടിപൊളി എന്നുള്ളത്. ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും കമന്റ് ബോക്സ് എന്നിട്ട് ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ ഈ അമ്മ ചെയ്തത് ഏറ്റവും വലിയൊരു ക്രൂരത തന്നെയാണ്. ഒരു ഗർഭിണിയായ പെണ്ണിനോട് ചെയ്തതിന്റെ അങ്ങേയറ്റം ഈ അമ്മ ചെയ്തു. അതുപോലെ സഹോദരൻ നന്നായിട്ട് ചീത്ത വിളിക്കുകയും അതുപോലെ അടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കരഞ്ഞിട്ട്. ആ ഒരു കരച്ചിൽ കണ്ടിട്ട് ശരിക്കും നെഞ്ചു പൊട്ടിപ്പോകുന്നു. അത്രയധികം അവർ വേദനിച്ചിട്ടാണ് കരയുന്നത്. ഒരു ഗർഭിണിയായ അവസ്ഥയിലല്ലേ ഇതൊക്കെ നടക്കുന്നത്. വീണിട്ട് ഒരു കൈ സഹായം പോലും, കൈ പിടിച്ചിട്ടൊന്ന് എണീപ്പിക്കാൻ പോലും ഈ ഗർഭിണിയായിട്ടുള്ള പെണ്ണല്ലേ. ഇവരും പ്രസവിച്ചതല്ലേ 2 മക്കളെ. ഇവർക്കും ഈ ടൈമിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയില്ലേ. എന്നിട്ടും ഇത്രയും ക്രൂരത ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയധികം മനസ്സിന്റെ ഉള്ളിൽ വിഷമുള്ളൊരു സ്ത്രീ തന്നെയാണ് ഈ അമ്മ. അവര് നമ്മുടെ മുന്നിൽ ഇളിച്ച് കാണിക്കുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലത്തെ അമ്മായി അമ്മ തന്നെ ആയിരിക്കണം നമുക്കും കിട്ടണ്ടേന്നുള്ളത്. വേണോ ആർക്കെങ്കിലും ഇതുപോലത്തുള്ള ഐറ്റംസിന്? അടിപൊളി ആയിരിക്കുമെങ്കിൽ പിന്നെ ജീവിതം. നിങ്ങളെപ്പോലുള്ള അമ്മായി അമ്മമാർ കാരണം തന്നെയാണ് പല വീട്ടിലെയും മരുമക്കള് ആത്മഹത്യയിലൊക്കെ പോകുന്നത്. ഇതിലിപ്പോ മൃദുല അവളൊരു ലക്കിയായിട്ടുള്ള പെണ്ണ് തന്നെയാണ്. കാരണം അവൾക്ക് സപ്പോർട്ടായിട്ട് നല്ലൊരു ഹസ്ബൻഡ് തന്നെ കൂടെയുണ്ട്. അവർ പരസ്പരം സ്നേഹിച്ചിട്ട് ആ മക്കളെയും നോക്കിയിട്ട് അവർ നിൽക്കട്ടെ. അവർക്ക് സ്നേഹിക്കാൻ ഇപ്പോൾ ഒരു കുഞ്ഞും കൂടിയുണ്ട്. അവരെ സ്നേഹിച്ചിട്ട് അവർ നിന്നോട്ടെ.